അംഗവൈകല്യങ്ങളെന്ന് പറയുന്നത് പ്രായം, ലിംഗം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെ ആശ്രയിച്ച് സാധാരണയായി കണക്കാക്കപ്പെടുന്ന ഒന്നോ അതിലധികമോ കടമകളുടെ പൂർത്തീകരണത്തെ നിയന്ത്രിക്കുകയോ തടയുകയോ ചെയ്യുന്ന ഒരു വൈകല്യത്തിൻ്റെയോ ബലഹീനതയുടെയോ ഫലമായി ഉണ്ടാകുന്ന ഒന്നാണ്. ലോകാരോഗ്യ സംഘടന അംഗവൈകല്യത്തിന് നിർവചിച്ചിരിക്കുന്നത് ആരോഗ്യ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വൈകല്യമോ ബലഹീനതയോ മൂലമുണ്ടാകുന്ന ഒരു വ്യക്തിയുടെ പോരായ്മയാണ് അംഗവൈകല്യം. ഇത് പ്രായം, ലിംഗം അതിനനുസരിച്ചും സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്കനുസരിച്ചും സാധാരണമായ ഒരു കടമ നിറവേറ്റുന്നതിനെ പരിമിതപ്പെടുത്തുകയോ തടയുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ അംഗവൈകല്യത്തിൻ്റെ സവിശേഷതകളെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സാഹചര്യത്തിലോ അനുഭവത്തിലോ ഉള്ള മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് വ്യക്തിയുടെ പ്രകടനം അല്ലെങ്കിൽ പദവി, വ്യക്തിയുടെ അല്ലെങ്കിൽ അവൻ അംഗമായ പ്രത്യേക കൂട്ടത്തിൻ്റെ പ്രതീക്ഷകൾ എന്നിവ തമ്മിലുള്ള പൊരുത്തക്കേടാണ്. അംഗവൈകല്യം ഒരു ബലഹീനതയുടെയോ അംഗവൈകല്യത്തിൻ്റെയോ സാമൂഹികവൽക്കരണത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ വ്യക്തി സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെയൊക്കെ പ്രതിഫലിപ്പിക്കുന്നു. അത് ബലഹീനതയുടെയും അംഗവൈകല്യത്തിൻ്റെയും വൈകല്യത്തിൻ്റെയും സാന്നിധ്യത്തിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന ഒന്നാണ്. അതിജീവന കടമകളായി രൂപകൽപ്പന ചെയ്തവയെ നിലനിർത്താനുള്ള കഴിവിൽ അതിലുള്ള ഇടപെടലുണ്ടാകുമ്പോഴാണ് അംഗവൈകല്യം ഉണ്ടാകുന്നത്. ഒരു വ്യക്തിക്ക് പ്രായം, ലിംഗം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെ ആശ്രയിച്ച് സാധാരണയായി കണക്കാക്കപ്പെടുന്ന ഒരു കടമ നിറവേറ്റുന്നതിനെ പരിമിതപ്പെടുത്തുകയോ തടയുകയോ ചെയ്യുന്ന ഒരു വൈകല്യത്തിൻ്റെതായ ബലഹീനതയുടെയോ ഫലമായി ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ഒരു പോരായ്മയാണ് അംഗവൈകല്യം എന്ന് നമ്മൾ പറയുന്നത്. ഈ അംഗവൈകല്യത്തെ 7 തരംതിരിച്ചിരിക്കുന്നു. ക്രമീകരണ അംഗവൈകല്യങ്ങൾ, ശാരീരിക സ്വാതന്ത്ര്യ അംഗവൈകല്യം, ചലനശക്തി അംഗവൈകല്യം, തൊഴിൽ അംഗവൈകല്യം, സാമൂഹിക സംയോജന അംഗവൈകല്യം, സാമ്പത്തിക സ്വയം പര്യാപ്ത അംഗവൈകല്യം, മറ്റ് അംഗവൈകല്യങ്ങൾ എന്നിങ്ങനെ വിവിധങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. തൻ്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് സ്വയം ക്രമീകരിക്കാനുള്ള വ്യക്തിയുടെ കഴിവാണ് ക്രമീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യക്തികൾക്ക് അവരുടെ കഴിവ് നിർവഹിക്കാൻ പറ്റാതാവുന്ന അവസ്ഥയാണ് നമ്മൾ ക്രമീകരണ അംഗവൈകല്യം എന്ന് പറയുന്നത്. ശാരീരിക സ്വാതന്ത്ര്യ അംഗവൈകല്യം എന്നുള്ളത് നമ്മൾ അർത്ഥമാക്കുന്നത് ശാരീരിക സ്വാതന്ത്ര്യം എന്നതും ഒരു പരമ്പരാഗതമായ ഫലപ്രദമായ സ്വതന്ത്ര അസ്തിത്വം നിലനിർത്താനുള്ള വ്യക്തിയുടെ കഴിവാണ്. എന്നാൽ ചില വ്യക്തികൾക്ക് കഴിവുകൾ നിർവഹിക്കുന്നതിന് ശാരീരികമായി അവർ അത്ര സ്വതന്ത്രരല്ല. അപ്പോൾ ഇത് ശാരീരികമായ സ്വാതന്ത്ര്യ അംഗവൈകല്യങ്ങൾ എന്ന് അതിനെ നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. ചലനശക്തി അംഗവൈകല്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ ചുറ്റുപാടുകളിൽ ഫലപ്രദമായി സഞ്ചരിക്കാനുള്ള കഴിവാണ് നമ്മുടെ ചലനശക്തി എന്ന് പറയുന്നത്. എന്നാൽ ഈ ചലനാത്മകത ഇല്ലാത്ത വ്യക്തികളെ ചലനശക്തി അംഗവൈകല്യമുള്ളവരെന്ന് നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. തൊഴിൽ അംഗവൈകല്യത്തിൽ സ്ത്രീ പുരുഷ ലിംഗഭേദം, പ്രായം, സംസ്കാരം എന്നിവയ്ക്ക് അനുസൃതമായി സമയം ചെലവഴിക്കാനുള്ള വ്യക്തിയുടെ കഴിവാണ് ഒരു തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ ഒരു തൊഴിലിൽ ഏർപ്പെടാൻ കഴിവില്ലാത്ത വ്യക്തികളെ തൊഴിൽ അംഗവൈകല്യം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കും. ഇനി സാമൂഹിക സംയോജന അംഗവൈകല്യം എന്നുള്ളത് ആചാരപരമായ സാമൂഹിക ബന്ധങ്ങളിൽ പങ്കെടുക്കാനും പരിപാലിക്കുവാനുമുള്ള വ്യക്തിയുടെ കഴിവാണ് സാമൂഹിക സംയോജനം എന്നുള്ളതുകൊണ്ട് നമ്മൾ അർത്ഥം. എന്നാൽ ചില വ്യക്തികൾക്ക് ഈ കഴിവില്ലായ്മ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ സാമൂഹിക സംയോജന അംഗവൈകല്യം എന്ന് നമ്മൾ വിളിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക സ്വയം പര്യാപ്ത അംഗവൈകല്യം എന്നുള്ള ഒരു ആശയം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ആചാരപരമായും സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങളും അത് സ്വതന്ത്രമായി നിലനിർത്താനുള്ള വ്യക്തിയുടെ കഴിവാണ് സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ കഴിവ് ഇല്ലാതെയാകുന്ന അവസ്ഥയെ സാമ്പത്തിക സ്വയം പര്യാപ്ത അംഗവൈകല്യം എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള അംഗവൈകല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനോഭാവം അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ഒരു സമഭാവനയോട് കൂടിയിട്ടുള്ള പരിഗണനയും പരിചരണവും അവരെല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒരിക്കലും നമ്മുടെ സിമ്പതി ആവശ്യമില്ല. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ സമഭാവനയോട് കൂടിയിട്ടുള്ള സമീപനവും പരിഗണനയും പരിചരണവുമാണ് അവർ ആഗ്രഹിക്കുന്നത്.